ഈ 6 വർഷത്തെ VBS നടത്തിപ്പെടുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിച്ച സഭാശുശ്രൂഷകളോടുള്ള നന്ദി ധരണിയിൽ അറിയിച്ചുകൊള്ളട്ടെ. ഈ വർഷത്തെ VBS അനുഭവം പറയുന്നതിന് മുമ്പായി എൻ്റെ ജീവിതത്തിലെ കുറച്ച് അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വീട് കുന്നത്തുകാലാണ്. എന്നെ വിവാഹം കഴിച്ചയച്ചത് തിങ്ങുവിളക്കുഴിയിലേക്കാണ്. കുന്നത്തുകാലിലായിരുന്നപ്പോൾ എൻ്റെ പപ്പ തുണിക്കച്ചവടമാണ് പപ്പയുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ പപ്പയ്ക്ക് തുണിക്കച്ചവടത്തിൽ വളരെയധികം തകർച്ച സംഭവിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ വീട് ആദ്യമായിട്ട് വിൽക്കുകയുണ്ടായി. അതിനുശേഷം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കുണ്ടായിരുന്ന വസ്തുവിൽ രണ്ടാമത് വീട് വയ്ക്കുവാനായിട്ട് ഇടയായി. പക്ഷേ ബിസിനസ്സിൽ വന്ന തളർച്ച മാത്രമല്ല, അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വിഷജീവി വന്ന് കഴിക്കും. പക്ഷെ എന്താണ് കഴിക്കുന്നതെന്നൊന്നും കാണുവാനായിട്ട് സാധിക്കുകയില്ല. പെട്ടെന്ന് അമ്മയ്ക്ക് തളർച്ച ഉണ്ടാകും. വളരെയധികം പ്രയാസവും ക്ഷീണവും, കണ്ണ് കണ്ടുകൂടാത്ത അവസ്ഥ, അങ്ങനെയുള്ള ഓരോ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി അധികം പണം ചെലവായി വീണ്ടും നിങ്ങൾക്ക് രണ്ടാമത്തെ വീട് വിൽക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ രണ്ടാമത്തെ വീട് വാങ്ങിച്ച വ്യക്തി നിങ്ങളോട് ഒരു 15 ദിവസത്തെ സാവകാശം തന്നു. നിങ്ങൾ എന്തായാലും 15 ദിവസം ഇവിടെ താമസിച്ചോളൂ, അതിനിടയ്ക്ക് ഒരു വാടക വീട് കണ്ടെത്തി നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെയധികം പ്രയാസത്തോടുകൂടി കടന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. വളരെയധികം ദാരിദ്ര്യം, കഷ്ടത, പട്ടിണി, ഒരു നേരം ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ, ആരോട് ചോദിക്കണം, എന്ത് ചോദിക്കണം എന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷെ അങ്ങനെ 15ാമത്തെ ദിവസം രാത്രി അവിടെ നിന്ന് അന്ന് ഇറങ്ങി കൊടുക്കേണ്ട ദിവസം, പിറ്റേ ദിവസം അവർ നമ്മളെ വന്ന് വിളിച്ചിറക്കി വേറെ വീട്ടിലോട്ട് നമ്മളോട് പോകാൻ പറയും. അതുകൊണ്ട് അന്ന് മരിക്കുവാനായിട്ട് ഞങ്ങൾ 4 പേരും, അമ്മയും പപ്പയും ഞാനും അനിയനും കൂടെ. അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അമ്മ ആരടുത്തൊക്കെയോ ചോദിച്ച് ഒരു വലിയ കന്നാസ് നിറയെ മണ്ണെണ്ണയൊക്കെ വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കിന്ന് മരിക്കണം മക്കളെ, നമുക്ക് ഒരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരവസ്ഥ. അന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അമ്മയുടെയും പപ്പയുടെയും മുഖത്ത് നോക്കി. അന്ന് രാത്രി ഒരു 9 മണിയൊക്കെ ആയി. 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ മരിക്കുവാനായിട്ട് ഈ മണ്ണെണ്ണ എടുത്തു വെച്ച് ഒരു മുറിയുടെ അകത്ത് കയറിയിരുന്നു. എന്നിട്ട് അമ്മ പെട്ടെന്ന് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. കുറച്ച് സമയം പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ പറഞ്ഞു, മക്കളെ, ഒരുപക്ഷെ മരിക്കാതെ നീ കിടക്കുകയാണെങ്കിൽ നിന്നെ ആരും നോക്കിയെന്ന് വരില്ല. അനിയനാണ് കിടക്കുന്നതെങ്കിൽ അവൻ ആൺകുട്ടി തന്നെ, അവനെ ആരെങ്കിലും നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു. അപ്പൊ പപ്പൻ പറഞ്ഞു, ശരിയാണ്, മകളെ ആരും ഏറ്റുകൊണ്ട് എന്ന് വരില്ല. ഒരുപക്ഷെ അവളുടെ ജീവൻ കിടക്കുകയാണെങ്കിൽ അവനെ ആരും നോക്കുകയില്ല, മകനെ ആരെങ്കിലും എടുത്ത് വളർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു, വേണ്ട, നമുക്ക് മരിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് മനസ്സിലൊരു തീരുമാനമെടുത്തു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ എൻ്റെ മാമനും വലിയച്ഛനും കൂടെ കഥയിൽ വന്ന് തട്ടുവാനായിട്ട് ഇടയായി. പെട്ടെന്ന് തുറന്നു നോക്കിയപ്പോൾ മാമനും വലിയച്ഛനും നിൽക്കുകയാണ്. അപ്പൊ പപ്പ ചോദിച്ചു, എന്താ നിങ്ങൾ ഇപ്പൊ വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാനുള്ളതല്ലേ, നാളെ നിങ്ങൾ എങ്ങോട്ടാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പപ്പ എനിക്ക് പറഞ്ഞു, മണിവിള എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളൊരു വീട് വാടകയ്ക്ക് നോക്കി വെച്ചിട്ടുണ്ട്, അവിടേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് വെറുതെ പറഞ്ഞതാണ്. അപ്പൊ മാമ പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കേണ്ട, ഞങ്ങളോടൊപ്പം വന്നേ മതിയാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആഴുവൻകാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അമ്മാമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി. അവിടെ ഒരു 4.5 വർഷക്കാലം ഞങ്ങൾ അവിടെ താമസിച്ചു. അതിനിടയിൽ മാമന്മാരും പപ്പയുടെ സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും എവിടെ നിന്നാണോ ഞങ്ങൾ ഒന്നും ഇല്ലാതെ നഷ്ടമായിട്ട് പോയത് അവിടേക്ക് തിരിച്ച് ദൈവം മടക്കി വരുത്തി. കുന്നത്തുകാൽ എന്ന ദേശത്ത് വീണ്ടും ഒരു ഭവൻ പണിയുവാനും അവിടെ സുഖമായിട്ട് ജീവിക്കുവാനും ദൈവം അവസരം തന്നു. അങ്ങനെ അപ്പോൾ ഞാൻ തിരിച്ചു വന്നത് +2 പഠിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് B.Pharm പഠിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. അതിലും ഒത്തിരി അധികം പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. 42 പേര് അന്ന് എൻ്റെ കൂടെ പഠിച്ചു. പക്ഷേ പഠിച്ചതിൽ ആരും ജയിച്ച് മുന്നേറുവാനായിട്ട് സാധിച്ചില്ല. 13 പേർക്ക് മാത്രമാണ് പരീക്ഷ എഴുതുവാനും അതിൽ ജയിക്കുവാനുമായിട്ട് സാധിച്ചത്. അതിൽ ഒരാളാകുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. എന്നോട് ഒരിക്കലും എൻ്റെ മാതാപിതാക്കൾ നമ്മളെ പടി എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ വേദപുസ്തകം വായിച്ചില്ല എങ്കിൽ, ദൈവത്തെക്കുറിച്ച് പള്ളിയിൽ പോയില്ല എങ്കിൽ നമുക്ക് ഒത്തിരി അധികം അടിയും വഴക്കും തരുന്ന ഒരു അവസ്ഥ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഡിവോഷൻ എടുത്ത സമയത്ത് പറഞ്ഞു, ഇനിയോ ഞാൻ പള്ളിയിൽ പോകാൻ വിസമ്മതിച്ചിരുന്നപ്പോൾ എൻ്റെ പപ്പ വീട്ടിൽ നിന്ന് പള്ളി വരെ അടിച്ചുകൊണ്ടാക്കി. അപ്പോൾ
പള്ളിക്ക് മുഖ്യസ്ഥാനം കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു എൻ്റെ അപ്പനും അമ്മയും എനിക്ക് തന്നിരുന്നത്. അങ്ങനെ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഞങ്ങളെ രണ്ടുപേരെയും വളർത്തിയത്. ഇങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഒത്തിരി അധികം ആഭരണമുണ്ട്, കുറെ വസ്തുക്കളൊക്കെ തന്നു. അപ്പോൾ ഇനി ഒരു പ്രശ്നവുമില്ല, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഒരു 4.5 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത ഒരവസ്ഥ, വളരെയധികം നിന്ദയുടെയും പ്രതിസന്ധിയുടെയും ഒക്കെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി അധികം പേര് നിന്ദിച്ചു. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കും, വിശേഷമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെയധികം വിഷമിച്ചു. എന്നാലും എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നെ വളരെയധികം പ്രയാസത്തിൽ നിന്ന്, മരണത്തിന്റെ കയറ്റിൽ നിന്ന് കയറ്റിയ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുഞ്ഞിനെ തരും എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്രകാരം തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു വർഷം വരെ അങ്ങനെയൊക്കെ പോയി. ഒരു വർഷമായപ്പോൾ വീട്ടിലെ എല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ റിപ്പോർട്ട് കണ്ടിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും നോർമലായിട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കുകയില്ല, നിങ്ങൾ IVF ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വളരെയധികം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഹസ്ബൻഡ് അവിടെ ഇരുന്ന് കരയുവാനായിട്ട് തുടങ്ങി. ഡോക്ടറിന്റെ ക്യാബിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും ഇത് നോർമലായിട്ട് ഒരു കുഞ്ഞ് ലഭിക്കുകയില്ല എന്ന് ഡോക്ടർ പറയുകയാണ്. IVF നടന്ന് അതിന് അടുത്ത ആഴ്ച വരുമ്പോൾ 2 ലക്ഷം രൂപ കരുതിയിരിക്കണം. മാത്രമല്ല മരുന്നിന് ചിലവ്, ബാക്കി എല്ലാ ചിലവിനും കൂടെ വീണ്ടും 2 ലക്ഷം കൂടെ, അങ്ങനെ മൊത്തം 4 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെയധികം പ്രതിസന്ധി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ ആശുപത്രിയിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, വേണ്ട, നമുക്ക് ഇങ്ങനെ പൈസ കൊടുത്ത് ഒരു കുഞ്ഞിനെ വേണ്ട. കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ദൈവം എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് മക്കളെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു മകളെ അല്ലെങ്കിൽ ഒരു മകനെ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ഇനി വേണ്ട, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തീരുമാനമെടുത്തു. ഹസ്ബൻഡ് ഞാനും കൂടെ ആശുപത്രിയിൽ നിന്നുകൊണ്ടാണ് തീരുമാനമെടുത്തത്. അപ്രകാരം ആ തീരുമാനത്തോടുകൂടി ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നത് ഹസ്ബൻഡിൻ്റെ അമ്മ ചോദിച്ചു, മക്കളെ എന്ത് പറഞ്ഞു ആശുപത്രിയിൽ? അപ്പം ചേട്ടൻ പറഞ്ഞു, ഒരു ഡേറ്റ് പറഞ്ഞിട്ട് അടുത്ത മാസം ഇത്രാം തീയതി ഇനി പോകണം, ഇപ്പം മരുന്നൊക്കെ തന്നയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർമ്മിച്ചില്ലെങ്കിലും അവർ ഓർമ്മിക്കും. മക്കളെ അടുത്ത മാസം ഇത്രാം തീയതി പോകേണ്ട, അല്ലെങ്കിൽ തലേ ദിവസം എനിക്ക് കഴിയും, മക്കളെ നാളെ ആശുപത്രി പോവേണ്ടത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ ആ പോകണം എന്ന് പറഞ്ഞിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും കറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരുമ്പോഴും പറയും, പോയി മരുന്ന് തന്നു, ഇനി അടുത്ത മാസം ഇത്രാം തീയതി പോകണം. അപ്പോൾ അവർ വീണ്ടും ഈ ഓരോ ഡേറ്റ് ആകുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ വിടുമായിരുന്നു. നമ്മളെവിടെയെങ്കിലും പോയി കറങ്ങിയിട്ട് തിരിച്ചു വരുമായിരുന്നു. പക്ഷെ എന്നാലും ആ സമയത്തൊക്കെയും ഞാൻ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പോയുവാനായിട്ട് ഇടയായി. പിന്നെ ഒത്തിരി അധികം കൺവെൻഷനുകളിൽ പ്രസംഗിക്കുവാനായിട്ട് പോയി. ഒത്തിരി അധികം സഭകളിൽ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ആ സമയത്തൊക്കെയും എനിക്ക് നിരാശ കൊണ്ടിരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിൽ വചനത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ വചന അധിഷ്ഠിതമായിട്ട് ഇങ്ങനെ 4.5 വർഷം തലനീക്കി. 2020 വർഷം ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളുടെ സഭയിലെ ഒരുപാട് കൺവെൻഷൻ നടക്കുകയുണ്ടായി. അന്ന് ബഹുമാന സ്നേഹമുള്ള റവറൻഡ് സുനിൽ സായി അച്ഛൻ പ്രസംഗിക്കുവാനായിട്ട് ഇടയായി. അന്ന് ആ ഭവനത്തിൽ 16 വർഷം കൊണ്ട് മക്കളില്ലാത്തവരായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ആ അച്ഛൻ അന്ന് ഹന്നയുടെ ജീവിതത്തെ മുൻനിർത്തി പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ അത് ഓരോ അച്ഛൻ ഓരോ വാക്ക് പറഞ്ഞപ്പോഴും അത് എന്നോട് കൂടെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അന്ന് ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു, നമ്മുടെ ജീവിതത്തിൽ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, പക്ഷേ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല. വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇന്ന് മുതൽ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അതിന്റെ പിറ്റേ മാസം എൻ്റെ വയറിൽ ഒരു ജീവനുണ്ടെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഉയർത്തി. ഇങ്ങനെ 2020 നവംബറിൽ ഒരു മകളെ ദൈവം തന്നു. 2022 നവംബറിൽ ഒരു മകനെയും ദൈവം ദാനമായിട്ട് നൽകി. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മനുഷ്യ ജീവിതമായാലും പ്രതിസന്ധി ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനൊക്കെ തരണം ചെയ്യണമെങ്കിൽ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഓരോ വീഡിയോസിന് പോകുമ്പോഴും വളരെയധികം വാക്യങ്ങൾ പിള്ളേരോട് കണ്ടുപിടിച്ചുകൊണ്ട് വരാനായിട്ട് പറയും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു വാക്യം പറഞ്ഞു, യഥാമാത തഥാപുത്രി. ഇപ്പോൾ പല സഭകളിലും പറഞ്ഞിട്ടുള്ളപ്പോൾ എല്ലാവരും പറയുന്നത്, ഇത് ബൈബിളിലുണ്ടോ, ഇത് ഏത് ഭാഷയാണ് എന്നൊക്കെ ചോദിച്ച് നമ്മൾ വന്ന് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെയാണ് ടീച്ചറെ കിടക്കുന്നത്, എവിടെയാണ് ടീച്ചർ. പക്ഷേ ഇവിടെ
ആരും അങ്ങനെ വന്ന് ചോദിച്ചില്ല. എനിക്ക് അതോട് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോഴേ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കാത്ത, അതാ ഇവർക്ക് ഈ വാക്യം അറിയാമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ചൊവ്വാഴ്ച ഞാൻ വന്നു. ഞായറാഴ്ച വന്നിട്ട് തിങ്കളാഴ്ച എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. ചൊവ്വാഴ്ചയാണ് വന്നത്. ചൊവ്വാഴ്ച വന്നിട്ട് ഞാൻ ചോദിച്ചു ആരെങ്കിലും കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാവരും മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ വളരെയധികം വിഷമം തോന്നി. ആർക്കും ദൈവവചനം കണ്ടുപിടിക്കുന്നതിന്, അല്ലെങ്കിൽ ദൈവവചനം വായിക്കുന്നതിന് ഒരു താല്പര്യവും ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പക്ഷെ ഒരു ടീച്ചർ കണ്ടുപിടിച്ചു, എൻ്റെ കയ്യിൽ തന്നു. അതിനുള്ള സമ്മാനം തരുന്നതാണ്. അപ്പോ എനിക്ക് ഇവിടെ വന്നതിൽ വിദ്യാഭ്യാസ അനുഭവം എന്ന് പറയുന്നത്, നമുക്കറിയാം ആദ്യം ഭയങ്കരധികം കുസൃതിയുള്ളതാണ്. അപ്പൊ ആദ്യം വന്നപ്പോഴേ എല്ലാവരും പറഞ്ഞു ഭയങ്കര കുസൃതിയാണ് ടീച്ചറെ, അവനെ ഒന്ന് ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവനോട് ഞാൻ അടുത്ത് പോയിരുന്ന മകൾ ഇത് ഇപ്പൊ എനിക്ക് കളിച്ച് കാണിച്ചു തരണം ഡീലെന്നൊക്കെ പറഞ്ഞ് അവന്റെ കൈയൊക്കെ ഒന്ന് മുട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അത് വളരെയധികം ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെ ക്ലാസ്സിൽ ഇൻസ്പെക്ഷന് പോയപ്പോൾ ഏറ്റവും കൂടുതൽ വാക്യം പറഞ്ഞത് അവനാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടികളെ നിസ്സാരമായിട്ട് കാണുക, അല്ലെങ്കിൽ കുസൃതി കാണിച്ചിരിക്കുന്നവരാണ് എന്ന് വിചാരിച്ച് നമ്മൾ അവരെ മാറ്റി നിർത്തുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. വചനം അവർക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുക. പല ക്ലാസ്സുകളിലും കുട്ടികൾക്ക് വേദപുസ്തകത്തിലെ കഥ പോലും അറിയില്ല. അപ്പോൾ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും വേദപുസ്തകത്തിലെ കഥകൾ അവരോട് പറഞ്ഞു കൊടുക്കുക. വചനങ്ങൾ കൊണ്ട് അവരെ ശക്തീകരിക്കുവാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ പ്രതിസന്ധി വരും, പ്രശ്നങ്ങൾ വരും. അവയൊക്കെ കടന്ന് നമുക്ക് അതിജീവിക്കണമെങ്കിൽ, നമുക്ക് ഉയരങ്ങൾ ലക്ഷ്യമാക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതിനെ ഏവരെയും സമൃദ്ധിയായിട്ട് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ